ബാലപീഡനത്തിലെ അറസ്റ്റിനു പിന്നാലെ പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം. സ്ഥാപനത്തിന്റെ ഉടമ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രവർത്തകർ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പ്രതിഷേധക്കാരും വിശ്വാസികളും തമ്മിൽ വാക്കേറ്റമായതോടെ പോലീസ് ഇടപെട്ടാണ് വിശ്വാസികളെ ആരാധനാ ഹാളിൽ പ്രവേശിപ്പിച്ചത്. പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ സ്ഥാപനത്തിന് കീഴിലെ വൃദ്ധസദനത്തിന്റെ അംഗീകാരം റദ്ദാക്കും. ബാലപീഡന പരാതിയിൽ എലോഹിം വർക്ക്ഷിപ്പ് സെന്ററിന് കീഴിലുള്ള വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാരൻ അറസ്റ്റിലായതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തിയത്. രാവിലെ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞായറാഴ്ച പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതോടെ വിശ്വാസികളും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ആരാധനയെ തടസ്സപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല. പ്രാർത്ഥനാ സ്വാതന്ത്ര്യം അവകാശമാണെന്നും തടയാൻ പാടില്ലെന്നും വിശ്വാസികൾ പറഞ്ഞു. ബൈബിൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. തർക്കം സംഘർഷത്തിന്റെ വക്കിലെത്തിയതോടെ പോലീസ് ഇടപെട്ട് വിശ്വാസികളെ പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ പാസ്റ്റർ ബിനു വാഴമുട്ടവും സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആതിര മാഡം എന്നോട് കൃത്യമായി പറഞ്ഞു, നിങ്ങളെ ഇവിടെ ആരാധിക്കാൻ സമ്മതിക്കില്ല. ഇതാണ് അവരുടെ ഗൂഢമായ തന്ത്രം. അതിനവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം, അത് മാക്സിമം അവസരം നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായതാണല്ലോ. അപ്പൊ നമ്മൾ അവിടെ CCTV കാര്യങ്ങളൊക്കെ നോക്കേണ്ടതല്ലായിരുന്നു കൃത്യമായിട്ട്. CCTV ഇതിപ്പം കേസിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതി പരിശോധിക്കുന്നു. അതിന് കൃത്യമായിട്ട് അതിന്റെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങളോട് അറിയിക്കും. വ്യാപക പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ സ്നേഹത്തണൽ വൃദ്ധസദനത്തിന്റെ അംഗീകാരം റദ്ദാക്കാനാണ് തീരുമാനം. ശാരീരിക പീഡനം ഉൾപ്പെടെയുള്ള പരാതികൾ ശരിവെക്കുന്ന റിപ്പോർട്ട് ജില്ലാ സാമൂഹിക നീതി വകുപ്പ് ഓഫീസർ സർക്കാരിന് ഉടൻ കൈമാറും. പ്രായമായവർക്ക് ഭക്ഷണം പോലും കൃത്യമായി നൽകുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.